السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. അത് യാദൃശ്ചികമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ റമദാനിനെ പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലാണല്ലോ. ഷഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഷഹ്റു റമദാൻ എന്നുള്ളത് ഷഹ്റുൽ ഖുർആൻ, റമദാൻ മാസം പരിശുദ്ധ ഖുർആനിൻ്റെ മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സത്യവിശ്വാസിക്കും പരിശുദ്ധ ഖുർആനുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം വേണം, പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ 3 ഇബാദത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അതിൻ്റെ അവസാനം പറയുന്നത് ഇത് നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് എന്നാണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ലാഭം മാത്രമുള്ള ഒരു കാര്യങ്ങളാണ് എന്നാണ്. എന്താണ് റബ്ബ് പറയുന്നത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. 3 ഇബാദത്തുകളാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യ സ്ഥാനം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത് നിസ്കാരം നിലനിർത്തുക, ഒടുവിലത്തേത് നിർബന്ധമായ സക്കാത്തും സുന്നത്തായ സ്വതക്കയും കൊടുത്തുവിട്ടുക എന്ന് റബ്ബ് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇവ നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്നാണ്. അപ്പം അത്രത്തോളം പ്രതിഫലാർഹമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും നഷ്ടാവില്ല. നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ മഹത്വമേറിയതാണ്. ഒരു വ്യക്തി പരിശുദ്ധ ഖുർആൻ സ്വന്തമായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആ പരിശുദ്ധ ഖുർആൻ തുറന്ന് അതിലേക്ക് നോക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ ഖുർആൻ പാരായണം ചെയ്യുന്നത്, മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കൽ മഹത്വമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അത് സുഗന്ധം പുരട്ടൽ, അതുമായി പഠിക്കൽ, പഠിപ്പിക്കൽ, അതും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമെന്ന് റബ്ബ് പരിചയപ്പെടുത്തിയതിൻ്റെ താല്പര്യം അതാവാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി നമുക്ക് വലിയൊരു ആത്മബന്ധം ഈ റമദാനിലും തുടർന്നും ഉണ്ടാകണം. സത്യവിശ്വാസികൾ പരിശ്രമിക്കുകയല്ലോ. ഇത് പറയുന്ന ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. പുതിയ കാലത്ത് സൗകര്യത്തിന് വേണ്ടി നമ്മൾ മൊബൈലിലൊക്കെ ഖുർആൻ ഓതുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചില കാര്യങ്ങൾ, ഈ പുണ്യമുള്ള ചില കാര്യങ്ങൾ മൊബൈലിൽ നോക്കി ഓതിയാൽ അതിൻ്റെ എല്ലാ നിലക്കുള്ള പ്രതിഫലം ലഭിക്കുക എന്നുള്ളതിൽ പണ്ഡിതർക്ക് തർക്കമുണ്ട്. അത് നോക്കി ഓതുന്നതിലും സുഗന്ധം പുരട്ടുന്നതിലും അതുപോലെ അത് ചുംബിക്കുന്നതിലൊക്കെ പരിമിതികളുണ്ടല്ലോ മൊബൈലിലാവുമ്പോൾ. അപ്പോൾ മുസ്ഹഫ് തന്നെ എടുത്ത് ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ ഖുർആനിൻ്റെ പാരായണം ചെയ്താൽ എന്താണ് മെച്ചം? റബ്ബ് പറഞ്ഞു നഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്ക്,
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണേ. പാരായണം ചെയ്താൽ എന്താണ് അതിൻ്റെ മെച്ചം? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശകനായിട്ട് ആ പരിശുദ്ധ ഖുർആൻ നാളെ അന്ത്യനാളിൽ എത്തുമെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമാണല്ലോ അന്ത്യനാളിൽ, മഹ്ശറിലൊക്കെ. ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു പ്രതീക്ഷയുടെ കരമുണ്ടാവുക എന്നുള്ളത് എത്രത്തോളം ഭാഗ്യമാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ ആയാൽ അതിലെത്രത്തോളം പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഉദാഹരണത്തിന് സൂറത്തു യാസീൻ എന്നും പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് സൂറത്തു യാസീൻ വന്നിട്ട് റബ്ബിനോട് ശുപാർശ ചെയ്യുന്നൊരു ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രത്തോളം സമാധാനം ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറകളും നമുക്ക് ശുപാർശകരായിട്ട് എത്തിയാൽ അതിൽ തെല്ലൊന്നുമല്ല നമുക്ക് ആശ്വാസമുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കണം. ഇനി തീർന്നോ? ഇല്ല. പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവനിക്ക് ഒരു ഹസനത്തുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 ഹസനത്ത് പോലെയാണ്, അല്ലെങ്കിൽ 10 ഹസനത്ത് പോലത്തെ പ്രതിഫലമാണ്. ലാ അഖൂലു, നബി തങ്ങൾ പറയുകയാണ്, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഹർഫുകൾക്കും 10 പ്രതിഫലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഈ 10 പരിശുദ്ധ റമളാനിലാകുമ്പോൾ അതിൻ്റെ മടങ്ങ് എത്രത്തോളം വർദ്ധിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്കൊരു അഭേദ്യമായ ബന്ധം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയിൽ എമ്പാടുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ച്. മാതളത്തോടാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്. അതിന് നല്ല സുഗന്ധം ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് നല്ല രുചിയും ഉണ്ടാകും. ഇത്തരത്തിൽ നല്ല സുഗന്ധമുള്ളവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലും അല്ലാത്തപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവസാനം പരിശുദ്ധ ഖുർആനിൻ്റെ ശുപാർശ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. റബ്ബ് തുണക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.